സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ചോദിക്കുന്നൊരു ചോദ്യം കേൾക്കും. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്നുള്ളതാണ്. അത് ഈശോയെ പറ്റിയാണ് അത് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ അങ്ങനെ ചോദിക്കാനായിട്ട് ഇടവരുന്നത്? അതിൻ്റെ കാരണം സ്നാപക യോഹന്നാൻ കാണാൻ ആഗ്രഹിച്ച മിശിഹ അത് ഒരു വിപ്ലവകാരിയായിട്ടുള്ള മിശിഹായാണ്. അവരെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മിശിഹ, ആർത്തിരമ്പുന്ന കടൽ പോലെ കടന്നു വരുന്ന ഒരു മിശിഹ. അപ്പോഴാണ് അവർ ഈശോയെ കാണുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ, പാവപ്പെട്ട അതുപോലെ പാപികളായ മനുഷ്യരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുകയും സംസാരിക്കുകയും അവർക്ക് രോഗശാന്തി നൽകുകയും അവരെ മോചിപ്പിക്കാനായിട്ട് ശാന്തമായി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മിശിഹായെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അന്നുണ്ടായിരുന്ന ആളുകളുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ഈ ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. അല്ലെങ്കിൽ നമ്മളും പലപ്പോഴും ദൈവത്തെ നമ്മുടേതായിട്ടുള്ള കൊച്ചു സങ്കല്പങ്ങളിലേക്ക് ഒതുക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും. യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. നോഹ പെട്ടകമുണ്ടാക്കി സകല ജീവജാലങ്ങളെയും ആ പെട്ടകത്തിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ ജീവികൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കഥ. സിംഹം പറയുകയാണ്, ദൈവം സിംഹമാണ്, അവനിങ്ങനെ ലോകത്തിൽ അന്യായം കാണുമ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹമാണ്. ആന പറയുന്നത് ദൈവം ആനയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ നീട്ടമുള്ള തുമ്പിക്കൈയുള്ള ഒരാന. ആ തുമ്പിക്കൈ കൊണ്ടാണ് അവൻ ഈ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത്. ജിറാഫ് പറയുന്നത് ദൈവം ജിറാഫാണ്, ദൈവത്തിന് ആകാശത്തോളം നീട്ടമുള്ള കഴുത്തുണ്ട്, അങ്ങനെയാണ് അവൻ ഈ ലോകത്തെ മുഴുവൻ നോക്കിക്കണ്ട് അതിനെ നിയന്ത്രിക്കുന്നത്. നമ്മളും ഇതുപോലെ ദൈവത്തെ നമ്മുടേതായിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് ചുരുക്കുന്ന മനുഷ്യരാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കും. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ലാഭത്തിന് കൂട്ടുപിടിക്കുന്ന ബിസിനസ് പാർട്ട്ണറാണ് നമുക്ക് ദൈവം. ചിലപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്ത് വിസ കിട്ടാൻ, ആഗ്രഹിക്കുന്ന സമയത്ത് ജോലി കിട്ടാൻ നമ്മെ സഹായിക്കുന്ന, അതിൻ്റെ പ്രോസസ്സ് നടത്തുന്ന ഒരു ഗവൺമെൻറ് ഓഫീസറാണ് ദൈവം നമുക്ക്. പക്ഷെ നമ്മൾ ഓർക്കണം, C.S. ലൂയിസ് വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ വളർത്തുമൃഗമല്ല. ദൈവത്തെ നമ്മുടെ വളർത്തുമൃഗമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. നമ്മുടേതായിട്ടുള്ള കൊച്ചു സങ്കല്പങ്ങളിലേക്ക്, നമ്മുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു നിലപാടുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ചില ആശയങ്ങളെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു വളർത്തുമൃഗമായിട്ട് ദൈവത്തെ നമ്മൾ കാണരുത്. നേരെ മറിച്ച് ദൈവത്തിലേക്ക് വളരാനായിട്ട്, ദൈവത്തിൻ്റെ വിശാലതയിലേക്ക്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ വലിയ കരുണയിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ ആത്മീയത. ദൈവത്തെ നമ്മളിലേക്ക് ചുരുക്കുന്നിടത്തല്ല, ദൈവത്തിലേക്ക് നമ്മൾ വളരുന്നിടത്താണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് തന്നെയാണ് സ്നാപക യോഹന്നാൻ്റെ ആ വാക്കുകൾ ഇന്നും പ്രസക്തമാകുന്നത്. ഞാൻ ചെറുതാകുകയും അവൻ വളരുകയും ചെയ്യണം. അതാണ് യഥാർത്ഥ ആത്മീയത. നമ്മളിലേക്ക് ദൈവത്തെ ഒതുക്കാതെ ദൈവത്തിലേക്ക് നമ്മൾ വളരുന്ന ആത്മീയത. ആ ആത്മീയത ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട്, മുൻവിധികളില്ലാതെ ദൈവത്തെ കാണാൻ, ദൈവത്തിങ്കിലേക്ക് യേശുവിലൂടെ വളരാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.